ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചാർട്ട് പേപ്പർ കൊണ്ട് ക്യൂട്ട് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു സാൻഡേനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിഷ്ടമുള്ള കളറിലുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ഇനി അതിൽ 13 സെൻറ്റിമീറ്റർ അളവിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് ചാർട്ട് പേപ്പറിൻ്റെ കോർണറിൽ നിന്ന് ആർച്ച് പോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അത് ഇതേ ഷേപ്പിൽ തന്നെ സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതൊരു കോൺ ഷേപ്പിലേക്ക് അയക്കി മടക്കിയെടുക്കാം. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ മടക്കുന്നത് പോലെ ആ ഒരു ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കാം കേട്ടോ. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ എൻ പോർഷൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സാൻഡയുടെ കൈകൾ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും അതേപോലെ ചെറിയൊരു പീസ് പേപ്പർ എടുക്കുക. അതിൽ 4.5 സെൻറ്റിമീറ്റർ അളവിൽ കോമ്പസ് ഉപയോഗിച്ച് പേപ്പറിൻ്റെ കോർണറിൽ നിന്ന് ആർച്ച് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. ഇനി വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എല്ലാം താഴെ ബോർഡർ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോ പേപ്പറും ഏതൊക്കെ അളവിലാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് സാൻഡയുടെ ബോഡി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വലിയ കോൺഷേപ്പിലുള്ള പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് സാൻഡയുടെ ക്യാപ്പിൻ്റെ ബോർഡർ ആയിട്ടാണ് കേട്ടോ വരിക. ഇനി വീണ്ടും ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിലൊരു ഹാഫ് മൂൺ ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സാൻഡയുടെ ഫേസ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പിങ്ക് കളർ ചാർട്ട് പേപ്പറിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഹാഫ് മൂൺ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് വൈറ്റ് പേപ്പറിൻ്റെ കുറച്ച് പോർഷൻ താഴേക്ക് എക്സ്ട്രാ നിൽക്കുന്ന മാതിരി വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള മുകളിലത്തെ വൈറ്റ് പേപ്പറിൻ്റെ താഴെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് സാൻഡയുടെ കൈകൾ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ കോൺ ഷേപ്പുള്ള പേപ്പർ ഉണ്ടല്ലോ, അത് ഫേസിന് രണ്ട് സൈഡിലുമായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് സമയം എടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സാൻഡയ്ക്ക് ഒരു മീശ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പീസ് വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡുകളൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡുകളും ഒരേ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ഗം ഉപയോഗിച്ച് ഫേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി സാൻഡയുടെ നോസിന് പകരമായിട്ട് നമ്മൾ ചെറിയൊരു പിങ്ക് കളർ ബീഡാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്.
ഇനി കണ്ണുകൾ കൂടി വരച്ചെടുത്ത സാൻഡയുടെ ഫേസ് സെറ്റായിട്ടോ. ഇനി നമുക്ക് വീണ്ടും സാൻഡയുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വൈറ്റ് ബോർഡർ കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ചെറിയ 2 പീസ് വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അത് സാൻഡയുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബോർഡർ പോലെ ഇതേപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കോട്ടൺ എടുക്കുക. എന്നിട്ട് അതൊരു ബോൾ പോലെയാക്കി ക്യാപ്പിന് മുകളിലും 2 കൈകളുടെ അവിടെയൊക്കെ ആയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു ക്രിസ്മസ് വൈബ് തരുന്ന ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കർ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.